ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ആലുവ മണപ്പുറത്ത് പിതൃപുണ്യത്തിനായി ബലിതർപ്പണം നിർവഹിക്കാൻ ഇത്തവണയും വിശ്വാസികളുടെ അഭൂതപൂർവമായ തിരക്ക്. രാത്രി 12-ന് മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്കെഴുന്നള്ളിപ്പിന് ശേഷമാണ് പിതൃതർപ്പണത്തിന് തുടക്കമായത്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. രാത്രി 12 മണിയോടെ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന വലിയ വിളക്ക് എഴുന്നള്ളിപ്പിന് ശേഷം ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ചേന്നാസ് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട, മുല്ലപ്പള്ളി മനക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട എന്നിവർ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ബലിതർപ്പണത്തിനായി ഇത്തവണ ദേവസ്വം ബോർഡാണ് കൂറ്റൻ പന്തൽ ഒരുക്കിയത്. പന്തലിൽ പുഴയ്ക്ക് അഭിമുഖമായി 147 ബലിത്തറകളും പുഴയ്ക്ക് അഭിമുഖമല്ലാതെ 111 ബലിത്തറകളുമാണ് സജ്ജമാക്കിയത്. പുരോഹിതർ മന്ത്രോച്ചാരണം നടത്തി നറുക്കിലിൽ നൽകുന്ന അരിയും പൂവും എള്ളും നർഭയും നദിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് പിതൃതർപ്പണം പൂർത്തിയാക്കിയത്. ക്രമസമാധാന പാലനത്തിന് റൂറൽ SP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷ ദേവസ്വം ബോർഡ് ഉറപ്പാക്കിയിരുന്നു. KSRTC മണപ്പുറത്തേക്കും തിരിച്ചും പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. പ്രസിദ്ധമായ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നിർവഹിക്കാൻ ഇത്തവണയും 10,000-ങ്ങളാണ് എത്തിയത്. ആലുവ മണപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.